PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 4 ജില്ലകളുടെയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ 447/2023 ലബോറട്ടറി അസിസ്റ്റൻറ്റ് കോഴിക്കോട് ജില്ലയുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പ്രൊവിഷണലായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റാണ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻ എക്സാമിനേഷൻ 10th ലെവൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 രൂപ വരെയാണ്. അപ്പോൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 4 ഘട്ടങ്ങളായിട്ട് നടത്തിയിട്ടുള്ള കോമൺ പ്രിലിമിനറി 10th ലെവൽ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, 2024 ഡിസംബർ 28, പിന്നെ 2025 ജനുവരി 11, 25 ഫെബ്രുവരി 8 അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് OMR പരീക്ഷ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോയെന്ന് ഈ PSCയുടെ വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ ഇനി മെയിൻ എക്സാമിനേഷന് വേണ്ടി പഠിക്കുക. ഈ മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജൂൺ 21 അതുകൊണ്ട് തന്നെ അധികം നാളുകളില്ല. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഏകദേശം കോഴിക്കോട് ജില്ലയിൽ 10,105 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പറൊക്കെ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്കോറിൻ്റെയോ മാർക്കിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയണത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ മാത്രമാണ്, അല്ലാതെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊന്നല്ല. ഈ മെയിൻ എക്സാമിനേഷൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് ഇനി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി ഈ 4 ഘട്ടങ്ങളിലായിട്ട് നടന്ന കോമൺ പ്രിലിമിനറി 10th ലെവൽ എക്സാമിൻ്റെ OMR പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ 51.8592 മാർക്കും അതിന് മുകളിലും പ്രിലിമിനറി OMR ടെസ്റ്റിൽ സ്റ്റാൻഡർഡൈസേഷന് ശേഷം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി റിസർവേഷൻ കമ്മ്യൂണിറ്റീസിനൊക്കെ ഈ മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട്, അതായത് താഴ്ത്തിയിട്ടാണ് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അവരുടെ പ്രാതിനിധ്യം ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനായിട്ട്. ഇനി അങ്ങനെയുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റോ ഒക്കെ 1 ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് ഹാജരാക്കണം. അല്ലാത്ത പക്ഷം അത് ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെയും കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്, അവരുടെ റെപ്രസെൻറ്റേഷനും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ അവരുടെ ക്ലെയിമിനുള്ള വാലിഡ് ഡോക്യുമെൻറ്റ്സ് 1 ടൈം വെരിഫിക്കേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എലിജിബിലിറ്റി ലിസ്റ്റ് മാത്രമാണ് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി നിലവിലെ പ്രൊസീജിയർ പ്രകാരം ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ അനുവദിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് റീചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. 85 രൂപ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കൂടെ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കൂടെ നിങ്ങൾ ആ PSCയുടെ വെബ്സൈറ്റിൽ കൂടെ ഈ പേയ്മെൻ്റായിട്ട് പോർട്ടലിൽ കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ മാത്രം വേറൊരു രീതിയിലുള്ള പേയ്മെൻറ്റ് സ്വീകരിക്കില്ല, ആപ്ലിക്കേഷനൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് റീചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ OMR ആൻസർ സ്ക്രിപ്റ്റ്. അതായത് 27/5/2025 മുമ്പായിട്ട് വേണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇൻവാലിഡേറ്റഡ് ആൻസർ സ്ക്രിപ്റ്റ് ഡിഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല എന്നും പറഞ്ഞിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് OMR ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും വേണമെങ്കിൽ നിങ്ങളും ഓൺലൈൻ ആപ്ലിക്കേഷൻ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കൂടെ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ പേയ്മെൻ്റായിട്ട് പോർട്ടൽ വഴി അടച്ചു കഴിഞ്ഞാൽ 335 രൂപ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാം. അതും ഈ 15 ദിവസത്തിനുള്ളിൽ വേണം, അതായത് 27/5/2025 അതിന് മുമ്പോ ആയിട്ട് വേണം. അതും ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ഡിഫക്റ്റ് ഉള്ള ആൻസർ ഷീറ്റിൻ്റെ ഒന്നും ഇത് കൊടുക്കില്ല എന്നുള്ളത്. പിന്നെ ഫീസ് അടച്ച് ഇത് റീഫണ്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നിശ്ചിത രീതി കൂടെ മാത്രമുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി OMR ഷീറ്റ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിട്ട് ഇൻവാലിഡേറ്റഡ് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് കോഴിക്കോട് ജില്ലയുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ വിവരങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക്